ഹലോ, ഇന്നത്തെ ഒരു സൺഡേ സ്റ്റഡി വ്ളോഗാണ്. സ്റ്റഡി വ്ളോഗ് ഞാൻ എടുത്തു പറയുന്നില്ല കേട്ടോ, കാരണം ഇന്ന് പുറത്തൊക്കെ പോയൊരു ദിവസമായിരുന്നേ. എല്ലാ ഞായറാഴ്ചയും പോലെ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. എന്നാലും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ പഠനം കൂടി എങ്ങനെ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് ശരിയാക്കുക എന്നുള്ളതാട്ടോ. നമ്മൾ എങ്ങോട്ടെങ്കിലും പുറത്തു പോകുന്ന ദിവസം എങ്ങനെ നമ്മൾ പഠിത്തത്തെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്ന്, അപ്പം നമുക്ക് ആ ഒരു പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു കേട്ടോ. ഒരു അരമണിക്കൂർ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ശേഷം അതിനുശേഷം നമ്മൾ പണികളൊക്കെ ഓരോന്നായിട്ട് ചെയ്യാട്ടോ. രാവിലെ പുട്ടും പഴയതുകൊണ്ട് പിന്നെ അത് എളുപ്പം കഴിഞ്ഞു. പിന്നെ ഈ വീട്ടുജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇയർഫോൺ വെച്ചിട്ട് ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടോട്ടൽ ഞാൻ പറയാം ഒരു 3 hours പഠിച്ചിട്ടുണ്ടായിരുന്നേ മൊത്തത്തിൽ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒന്നും പഠിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഞായറാഴ്ചയായിട്ട് നമ്മൾ പുറത്ത് പോകേണ്ടതെന്ന് പ്ലാൻ ചെയ്താലും നമുക്ക് പഠിക്കാം. രാവിലെ ഇതുപോലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റാലും നമുക്ക് ഉച്ചയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ജോലിയുടെ ഇടയിലും പഠിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ പഠിക്കാം. അപ്പം ഞാൻ എൻ്റെ സിലബസിൽ ഓരോ ഭാഗം കവറാവുമ്പോഴും ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമേ. പിന്നെ ഞാൻ 9 മണിക്കാണ് കേട്ടോ പഠിക്കാനിരുന്നത്. അതിൻ്റെ പണിയെല്ലാം ഒരുങ്ങിയ ശേഷം ഞാൻ 9 മണി തൊട്ടിട്ട് 10 മണി വരെ പഠിക്കാനിരുന്നു. റിവിഷനാണ് ചെയ്യുന്നത്, സൺഡേ അല്ല, അപ്പോൾ റിവിഷൻ ചെയ്ത് പിന്നെ ഞാൻ കുളിക്കാൻ പോയി കേട്ടോ. കുളിച്ച് റെഡിയാവാൻ പോയി. നമ്മൾ പോണത് ഒരു 11 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്ത്. അപ്പോൾ 10 മണിക്ക് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികളൊക്കെ ഒരാൾ തന്നെ കുളിക്കുക, ഒരാളെ കുളിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ഒരാൾ തന്നെ റെഡി ആവാനായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പണിയുള്ളൂ. അപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സ് കുറച്ച് ബാക്കി എഴുതിയെടുക്കാനുണ്ടായിരുന്നു. ടാലൻറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഞാൻ എഴുതുന്നത്, ഡെയിലി കറണ്ട് അഫയേഴ്സ്. അപ്പം അത് ഞാൻ കുറച്ച് വീഡിയോ ക്ലാസ് കണ്ടിട്ട് എഴുതിയെടുത്തോട്ടെ ഈ സമയത്ത്. പിന്നെ ഞാൻ പോകുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ പോകുന്നത് കോയമ്പത്തൂരിലേക്കാട്ടോ. കോയമ്പത്തൂർ ബ്രൂക്ക്ഫീൽഡ് മാളിലേക്കാണ് പോണത്. പിന്നെ നമ്മൾ പോണ വഴി നമ്മളുടെ PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാനത് ആ സമയത്ത് പറയാം കേട്ടോ. അപ്പം ഞാനത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ, ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ട്രാവൽ ചെയ്തതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രാവിലെയുള്ള പഠനം മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ പോണ വഴി ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ വന്ന ശേഷം കുറച്ച് വീഡിയോ ക്ലാസ് മാത്രം കണ്ടിട്ട് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഞാൻ ഈ കറണ്ട് അഫയേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. PSC ബുള്ളറ്റിനിൽ ഇത് ഞാൻ നേരത്തെ വാങ്ങി വെച്ചതാണ് കേട്ടോ. ഒരു ജനുവരി ടൈമിൽ ഉണ്ടായിരുന്നതാണ് 2025 കറണ്ട് അഫയേഴ്സ് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ കുറച്ചേ നോക്കിയിട്ടുള്ളൂ, മടി കാരണം നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ അത് ഓരോരോ പേജായിട്ടാണ് കേട്ടോ. ഓരോരോ ദിവസം ഓരോരോ ഭാഗം, ഒരു പേജ് ഫുള്ളൊന്നും നോക്കില്ല. അങ്ങനെ കുറച്ച് അതും നോക്കി. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കഴിച്ച് പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചെല്ലാം റെഡി ആയിട്ടോ. റെഡി ആയിട്ട് പോണ വഴിയിലാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്ക്. നമുക്ക് കോയമ്പത്തൂർ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പം എന്തായാലും അതിന് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ മാളിലും കൂടി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ട്, ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഞായറാഴ്ചയൊക്കെ നിങ്ങൾ എന്താ ചെയ്യാറ്? റിവിഷൻ ആണോ അതോ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണോ? എന്താണ് ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് പറയൂ കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ NH 544 കൂടെയാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ PSC ആയി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ NH 544 കൂടെയാണ് പോകുന്നത്. അത് ഏത് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നേരത്തെ ആ ഒരു മലകളൊക്കെ കാണുന്നുണ്ടായിരുന്നില്ലേ, അത് നമ്മുടെ വെസ്റ്റേൺ ഘാട്ട്സാണ്, പശ്ചിമഘട്ടമാണ്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ കാറ്റാടി പാടമുണ്ടല്ലോ, ഇത് കഞ്ചിക്കോട് കാറ്റാടി ഫാമാണേ. അപ്പം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാമാണല്ലോ കഞ്ചിക്കോട് കാറ്റാടി ഫാം, അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം അവിടെ ഉള്ളത് ഒന്നും തിരിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ അവിടെ കുറച്ച് കാറ്റാടി പാടം ഉണ്ടായിരുന്നു, അവിടത്തേക്ക് അതേപോലെ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നേ. അപ്പോൾ പാലക്കാട് ജില്ലയിലായിരുന്നിട്ടും കൂടി ഞാൻ ഇതുവഴി പോകുന്നത് ആദ്യമായിട്ടാട്ടോ. എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ, നല്ല ഭംഗിയില്ലേ. ഞാൻ ഇതുവഴി ആദ്യമായിട്ടാണ് പോണേ. ടൗൺ വഴിയൊക്കെ അധികം പോയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് പോകുന്ന പുതുശ്ശേരി ആ ഭാഗത്തൂടെയാണ് കേട്ടോ. പാലക്കാടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പം ഞാൻ ഇതിപ്പോൾ ആദ്യമായിട്ടാട്ടോ ഈ കാറ്റാടി ഫാമൊക്കെ നമ്മുടെ ജില്ലയിലെ കാണുന്നത്. പുറത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ, തമിഴ്നാടൊക്കെ. അപ്പം അങ്ങനെ പോയി ഞങ്ങളിതാ തമിഴ്നാട്ടിലേക്ക് കയറി കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇനി നേരെ ഞങ്ങൾ മാളിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മളുടെ പാലക്കാടിനെ അപേക്ഷിച്ച് ചൂട് കുറവാട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും ചൂട് കുറവാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ മലനിരകൾ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ വെസ്റ്റേൺ ഘാട്ട്സ്, നമ്മുടെ പാലക്കാട് ചുരം വരുന്ന ആ ഒരു മലനിരയാണ്.
അപ്പോൾ ഞങ്ങൾ നേരെ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിലും നമ്മുടെ പാലക്കാടിൻ്റെ ചൂടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നേ. അങ്ങനെ ഞങ്ങളിതാ മാളിലെത്തി. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. നമ്മൾ 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്തിയത് കറക്റ്റ് 1:30ക്കാണ് കേട്ടോ. കുറച്ച് നേരത്തെ എത്താം, നമ്മൾക്ക് ഇത്ര ദൂരമൊന്നും ഇല്ല. പക്ഷെ കുറേ റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ടും അതേപോലെ തന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സമയത്താണ് എത്തിയത്. അപ്പോൾ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. നല്ല ഫുഡായിരുന്നേ. അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടേക്കൊന്ന് കറങ്ങാൻ പോയത്. അങ്ങനെ നല്ല വലിയ മാളാട്ടോ. അപ്പോൾ കുറേ കാണാനുണ്ടായിരുന്നു. പിന്നെ കുറേ ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ കാർഡൊക്കെ എടുക്കണം. അപ്പം നമ്മൾ അതിലൊന്നും കളിച്ചില്ല. വെറുതെ പിള്ളേരിങ്ങനെ അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെ കുറേ പോയി. പിന്നെ ഫിഷ് സ്പാ ഉണ്ടായിരുന്നേ. അപ്പോൾ മോള് അതിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ കാലിടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ കുറച്ചിങ്ങനെ കുറച്ച് ഇതിനെയൊക്കെ കറങ്ങുമ്പോഴേക്കും തന്നെ വൈകുന്നേരമായിട്ടാണ്. വൈകുന്നേരം ആയ ശേഷം പിന്നെ നല്ലൊരു കോഫി എല്ലാം കുടിച്ച് നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ കോഫി ആയിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കോഫി എല്ലാം കുടിച്ച് പിന്നെ നമ്മൾ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വിട്ടു കേട്ടോ വീട്ടിലേക്ക്. രാത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ 8:30 ആയിട്ടുണ്ടായിരുന്നേ. അത് ഇതേപോലെ കുറച്ച് ബ്ലോക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് നേരം വൈകിയ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നല്ല എൻജോയ് ചെയ്ത് പോയിട്ടാണ് രാത്രി. ഇപ്പോൾ പിന്നെ ചൂടൊന്നുമില്ല, നല്ല നല്ല സുഖകരമായ യാത്രയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിപ്പ് പോവുകയാണെങ്കിലും നമ്മൾക്ക് എങ്ങനെ രാവിലെ നേരം പ്രൊഡക്റ്റീവ് ആക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അപ്പോൾ ഒരു 3 hours ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ കുറവാണ് എങ്കിലും പുറത്തു വന്നൊരു ദിവസം എന്ന നിലയിൽ കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കിയല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.